ഈ അമ്മയുടെ വാക്കുകൾ കണ്ടോ? ഒരമ്മക്കും ഈ ഒരു ഗതി വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്വന്തം മക്കളെ വളർത്തി വലുതാക്കി നല്ലൊരു നിലയിലാക്കി ഒടുവിൽ ആ മക്കളെ അമ്മ ഉപേക്ഷിച്ചു. ഹൃദയം പൊള്ളുന്ന ഈ വാക്കുകളൊന്ന് കേട്ടു നോക്ക്. അവരും മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നില്ലേ? നാളെ എന്നോട് കാണിച്ചതുപോലെ ആ മക്കൾ അവരെ കാണിക്കുന്നില്ലെന്ന് അവർക്ക് എന്താ ഉറപ്പ്? 25 വയസ്സിൽ എന്റെ ഹസ്ബൻഡ് മരിച്ചു. എനിക്ക് 2 ആൺമക്കളാണ്. അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു, മക്കളായി. ഇളയ മോൻ മരിച്ചിട്ട് 8 വർഷമായി. മോളെ 2ാമത് കല്യാണം കഴിപ്പിച്ചയച്ചു. അവർ സുഖമായി ജീവിക്കുന്നു. മൂത്ത മോനെ കണ്ടിട്ട് 18 വർഷമായി. അവൻ എന്നെ കാണാൻ വന്നിട്ട്. പിന്നെ 3 പെൺപിള്ളേരെ അഡോപ്റ്റ് ചെയ്തു. അതിൽ 28 ദിവസമായ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു. അവരെയും പഠിപ്പിച്ചു, കല്യാണം കഴിപ്പിച്ചയച്ചു. അവർക്കും മക്കളായി. ഒരാള് ദുബൈയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരാള് അംഗനവാടിയിലാണ്. അവരെല്ലാം ഫാമിലിയെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പക്ഷെ അവർ ഒരു നിമിഷം പോലും ചിന്തിക്കുന്നില്ലല്ലോ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ അവരുടെ ജീവിതം എന്താകും. ഞാൻ 8 വർഷമായിട്ട് ഒറ്റയ്ക്ക. പല പ്രാവശ്യം ഞാൻ മരിക്കാൻ ശ്രമിച്ചതാ. അവർക്ക് 5 പേർക്കും എന്നെ വേണ്ട. അപ്പോഴേ ഞാൻ ഈ സ്നേഹക്കുട്ടി ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഇപ്പോഴും കാണുമായിരുന്നു. ഇപ്പോൾ മോളെ ഒരു ഫ്രണ്ട് എനിക്കറിയാവുന്നൊരു മോനാണ്. അപ്പോൾ ആ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അവിടെ ഒരു അഡ്മിഷൻ വാങ്ങിച്ചു തരാൻ. അങ്ങനെ എനിക്ക് അഡ്മിഷൻ കിട്ടി. എൻ്റെ അഡ്വക്കേറ്റിനെ വിളിച്ചാണ് ഞാൻ അവിടെ വന്നത്. അപ്പോൾ എനിക്ക് 42 വർഷമായി കിട്ടാത്ത സ്നേഹം എനിക്ക് ആ മോളടുത്തു നിന്ന് കിട്ടുന്നുണ്ട്. എനിക്ക് എൻ്റെ മക്കൾ പോയെങ്കിലും എനിക്ക് 3 മക്കളെ കിട്ടി. നിഷമോളെയും ആശമോളെയും കണ്ണമ്മോനെ അവർ ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. വീട്ടിൽ കിട്ടാത്ത സന്തോഷങ്ങളെല്ലാം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഞങ്ങൾ ടൂറിന് കൊണ്ടുപോകും, സിനിമയ്ക്ക് കൊണ്ടുപോകും. 1.5 വർഷമായി അവർ കൊണ്ടായിട്ടില്ലാതായിട്ട്. ഞാനിവിടെ വന്നിട്ട് 2.5 വർഷമായി. എന്നെ വേണ്ടാത്ത അവരെ എനിക്കും വേണ്ട. അവർക്ക് അവരുടെ ആമക്കൊക്കെ അവരുടെ ഭാര്യമാരെയും പെൺപിള്ളേർക്ക് അവരുടെ ഹസ്ബൻഡിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം അവർക്ക് അവരുടെ സുഖം മാത്രമേ ഉള്ളൂ. അമ്മ എന്നൊരാൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം കളഞ്ഞില്ലേ അവരെ നോക്കിയേ. അപ്പൊ അവരെന്താ ചിന്തിക്കാത്ത? ഒരു മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നില്ലേ? നാളെ എന്നോട് കാണിച്ചതുപോലെ ആ മക്കൾ അവരെ കാണിക്കുന്നില്ലെന്ന് അവർക്ക് എന്താ ഉറപ്പ്? ചോദ്യം അവരുടെ വെള്ളിടി പോലെ അവർ നെഞ്ചി കിടന്ന് പൊട്ടട്ടെ. സത്യം പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ മാത്രമാണ് ഇതുപോലെ ഒരു കാഴ്ച കാണാത്തത്. അവരൊരിക്കലും അവരുടെ മാതാപിതാക്കളെ എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഇതുപോലെ ഒരു വൃദ്ധസദനങ്ങൾ കൊണ്ടാക്കലില്ല. നമ്മൾ മക്കൾക്ക് കുറേ വിദ്യാഭ്യാസം കൊടുത്തു വരുന്നത് ജോലിയല്ല കൊടുക്കേണ്ടത്, മറിച്ച് മക്കളെ സ്നേഹിക്കാൻ വേണ്ടി സ്നേഹം അവർക്ക് അനുഭവിച്ചു കൊടുക്കുക. ഇത് മക്കൾ വളരുമ്പോൾ തന്നെ അവർ മനസ്സിലാക്കുന്നത് ആകെ പഠിക്കുന്നത് വളരുന്നതൊക്കെ ജോലിക്ക് വേണ്ടിയാണ്. ജോലി 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 ഇങ്ങനെ മക്കളെ ഫസ്റ്റാക്കാൻ വേണ്ടിയിട്ട് മക്കളെ ബെസ്റ്റാക്കാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ നമ്മൾ എപ്പോഴാണോ മാതാപിതാക്കൾ നമ്മുടെ മക്കളെ ബെസ്റ്റാക്കാതെ ഫസ്റ്റാക്കാൻ ശ്രമിക്കുന്നത്, മക്കൾ ഫസ്റ്റാവും. പക്ഷേ ഫസ്റ്റായി കഴിയുമ്പോൾ ആ വൃദ്ധരായ മാതാപിതാക്കളെ നോക്കാൻ ആളില്ലാതാവും. നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കുറഞ്ഞോട്ടെ, സമ്പത്ത് കുറഞ്ഞോട്ടെ, പ്രായമാകുമ്പോൾ നമ്മളെ നോക്കാനുള്ള ചാലതുള്ള മക്കളാണോ, അതിനോളം വലിയൊരു സുഹൃതം വേറെ ഇല്ല. എന്തായാലും ഇങ്ങനൊരു അനുഭവം ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പേഴ്സണലി എൻ്റെ ഒരു പ്രാർത്ഥന. ഇത് ഈ മുസ്ലിം സമുദായത്തിനുള്ളിലാണ് ഇത് കുറവുകൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം.